Hi dears, welcome to England English classroom. Today we analyze the sentence and the basic patterns. This is part 2. First part is over, we analyze the first part of the sentence. Today we analyze the second part and we can see the basic patterns in English. Okay dears, കഴിഞ്ഞ ക്ലാസ് നമ്മൾ കൺക്ലൂഡ് ചെയ്തത് ഒരു ടിപ്പിക്കൽ സെന്റൻസ് രണ്ട് ഭാഗമുണ്ട് എന്നുള്ളതും ഒന്ന് നൗൺ ഫ്രേസ് ആണ് രണ്ടാമത്തെ വേർബ് ഫ്രേസ് ആണെന്നുള്ളതും അതിന്റെ നൗൺ ഫ്രേസ് എന്തൊക്കെ ആവാന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു. ഇനി വേർബ് ഫ്രേസ് എന്തൊക്കെ ആവുമെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതറിയാലോ, കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്താണ്, വിശദീകരിക്കണില്ല, നേരം പോകണ്ട വിചാരിച്ചു. റെഡി അല്ലേ? ഓക്കെ. നൗൺ എന്തൊക്കെ ആവാം, എങ്ങനെയൊക്കെ നൗൺ ഫ്രേസ് വലുതായി വരും. ഏറ്റവും പ്രധാനം ആ നൗൺ വേർഡാണ്, ഹെഡ് വേർഡാണ്. അതിനോടുകൂടി എന്തെല്ലാം ചേരാം? ഡിറ്റർമിനർ വരാം, അതേപോലെ തന്നെ അഡ്ജക്റ്റീവ് വരാം, നോക്കണേ. അതേപോലെ പ്രീ ഡിറ്റർമിനർ വരാം, ഡിറ്റർമിന്റെ മുമ്പുള്ളതാണ് പ്രീ ഡിറ്റർമിനർ നമുക്കറിയാം. അതേപോലെ പിന്നെ പ്രിപ്പോസിഷണൽ ഫ്രേസ് അതിന്റെ ശേഷം വരാം, ഇൻ ദ ഹോളിവുഡ്. പിന്നെ നെഗറ്റീവ് ക്ലോസ് വരാം, നോക്കണേ. വിച്ച് വേർ ഫേമസ് സ്റ്റാർസ് ഇൻ ദ റോൺ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചതാണ്. റെഡി അല്ലേ? അപ്പൊ ഇനി അതൊന്നും കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഈ സെന്റൻസിൽ ഇതുവരെയാണ് നൗൺ ഫ്രേസ് എന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തമാതിരി കൃത്യമായിട്ട് നമുക്ക് കിട്ടുമല്ലോ. ബോത്ത് പ്രീ ഡിറ്റർമിനർ ആണ്, ദ ഡിറ്റർമിനർ ആണ്, വെൽഫെഡ് അഡ്ജക്റ്റീവ് ആണ്, ടൈഗർ ഹെഡ് വേർഡ് ആണ്, നൗൺ ആണ്, ഇൻ ദ ലോറി പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്, വിച്ച് വേർ ബ്രോട്ട് ഫ്രം പാരീസ് സർക്കസ് എന്നുള്ള റിലേറ്റീവ് ക്ലോസ് ആണ്. ആർക്കും സംശയമില്ല. ഇനി നോക്കണേ, ഈ സെന്റൻസ് വായിക്കൂ. ദ ഡോഗ് വെന്റ് ഡൗൺ ഓൺ ഓൾ ദ ഫോഴ്സ് ഓൺ എ ചോക്ക് മാർക്ക് ഓൺ ദ ഫ്ലോർ. ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കറിയാം ഈ ഭാഗമാണ് നൗൺ ഫ്രേസ്, ഇതാണ് വെർബ് ഫ്രേസ്. ഈ വെർബ് ഫ്രേസിൽ ഏത് ഭാഗം, പ്രെഡിക്കേറ്റിൽ ഏത് ഭാഗമാണ് അതിൽ മാൻഡേറ്റ് നിർബന്ധമായിട്ട് വേണ്ടത്? ഓൺ ദ ഫ്ലോർ കട്ട് ചെയ്ത സെൻസ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഓൺ എ ചോക്ക് മാർക്ക് കട്ട് ചെയ്ത സെൻസ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഓൺ ഓൾ ദ ഫ്ലോർസ് there will be a sense, right? But you see, if you cancel this part, went എന്നുള്ള വാക്ക് വെച്ച് വെക്കാം, അതിന് സെൻസ് ഉണ്ടാവും. അപ്പൊ വെന്റ് ആണ് പ്രധാന വാക്ക്. ഇപ്പൊ പ്രധാന വാക്കല്ല ഫ്രേസ് ആണ്, പ്രധാന വാക്ക് വെന്റ് ആണ്, വെന്റ് വെർബ് ആണ്, അതുകൊണ്ടാണ് വെർബ് ഫ്രേസ്. അതൊക്കെ നമുക്കറിയാലോ. ഇനി നമുക്ക് എന്തൊക്കെയാണ് വെർബ് ഫ്രേസ് വരാൻ ചർച്ച ചെയ്യാം. ശ്രദ്ധിക്കണേ. അലീസ് ഫാദർ ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ. ഇതിന്റെ വെർബ് ഫ്രേസ് ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ ആണ്. നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. അലീസ് ഫാദർ ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ. അലീസ് ഫാദർ നൗൺ ഫ്രേസ് ആണ് നമുക്കറിയാം. ഈ സിറ്റിംഗ് ഓൺ എ ചെയർ ആണ് വെർബ് ഫ്രേസ് എന്ന് അറിയാം. ഇത് നോക്ക്, ഈ സിറ്റിംഗ് ആണ് വെർബ്. അതിൽ ഈസ് ഓക്സിലറി വെർബ് ആണ്, സിറ്റിംഗ് മെയിൻ വെർബ് ആണ് നമുക്കറിയാം. ഓൺ എ ചെയർ എന്നുള്ളത് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്, സംശയമൊന്നുമില്ലല്ലോ. ഇനി പിന്നെ എന്തൊക്കെ വരാം നോക്കണം കേട്ടോ. വി വേർ വാച്ചിങ് എ ന്യൂ ആൻഡ് സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ്. നോക്ക്, വേർ വാച്ചിങ്, ഇവിടെ മുതലല്ലേ വെർബ് ഫ്രേസ്. വാച്ചിങ് വെർബിന് മുമ്പ് എന്ത് വന്നു? വേർ വന്നു, ഓക്സിലറി വെർബ് വന്നു. ശ്രദ്ധിക്കണേ. അതേപോലെ തന്നെ നോക്ക്, തോറാട്ട് റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. ശ്രദ്ധിക്കണം, ഇതാണ് വേർബ് ഫ്രേസ്. ഇവിടെ വിത്ത് ദ ടൈഗർ പ്രിപ്പോസിഷണൽ ഫ്രേസ് വരാം. നോട്ടീസസ് വേർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ് ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നോക്ക്, വേർ പ്ലേസ്ഡ് ഇവിടെ നിന്നാണ് നമുക്കറിയാം വേർബ് ഫ്രേസ്. ഇവിടെ എന്താ ഈ ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്താണ്? എവിടെയാണ് ഇതിന്റെ ഉത്തരാണ്, അതുകൊണ്ട് അത് അഡ്വർബിയൽ ഫ്രേസ് ആണ്. എവിടെ, എങ്ങനെ, എപ്പോൾ എന്നുള്ളതിന്റെ ഉത്തരാകുമ്പോൾ അഡ്വർബിയൽ ഫ്രേസ് ആണ്. അത് ഫ്രേസ് ആണെങ്കിൽ അഡ്വർബിയൽ ഫ്രേസ്, ക്ലോസ് ആണ് അഡ്വർബിയൽ ക്ലോസ്. നമുക്കറിയാം. റെഡിയല്ലേ? നമുക്ക് അർജന്റ് എന്ന് പറയും, നിങ്ങൾക്ക് അറിയായിരിക്കും. അത് നിർബന്ധമല്ലേ അഡ്വർബിയൽ ഫ്രേസ് നമുക്ക് പഠിച്ചാൽ മതി. ഓട്ടോ ടെക്സ്റ്റിലൊക്കെ നമ്മൾ അങ്ങനെ പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം. ഇനി മിസ്റ്റർ തോറാട്ട് റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. നോക്കണേ, ഇവിടെ ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്താണ്? ഒരു സ്ഥലമാണ്. അപ്പൊ അത് നൗൺ ഫ്രേസ് ആണ്. അപ്പൊ എന്തൊക്കെ വരാം? ഫൈനലൈസ് ചെയ്ത് നമ്മൾ പറഞ്ഞാൽ നോക്ക്, എന്തൊക്കെ വരാം ഒരു വെർബ് ഫ്രേസിന്റെ കൂടെ? അതിന് മുമ്പിൽ ഓക്സിലറി വെർബ് ഉണ്ടാവാം, പിന്നെ പ്രിപ്പോസിഷണൽ ഫ്രേസുകൾ ഉണ്ടാവാം, അഡ്വർബിയൽ ഫ്രേസ് ഉണ്ടാവും, നൗൺ ഫ്രേസ് ഉണ്ടാവും, വേറെ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. റെഡി അല്ലേ? ഓക്കെ. നൗ നമുക്ക് ഇതൊന്ന് അനലൈസ് ചെയ്യാം. ഇതിൽ ഏതൊക്കെയാ വെർബ് ഫ്രേസ്? സിമ്പിൾ അല്ല, നിങ്ങൾ പറയും. ഹി ഓപ്പൺ ദ ഡോർ ഓഫ് ദ കേജ്. നമ്മൾ ചർച്ച ചെയ്ത എങ്ങനെ വെർബ് കൊണ്ട് തുടങ്ങുന്നതാകുമ്പോ ഏതാ? ഓപ്പൺഡ് ആണ്. അപ്പൊ എങ്ങനെ വരിക? ഓപ്പൺ ദ ഡോർ ഓഫ് ദ കേജ്. ഐ നീഡ് സം പൊട്ടേറ്റോസ്. ഏതാ വരിക? മറ്റേ നീഡ് സം പൊട്ടേറ്റോസ്. ശ്രദ്ധിക്കണം, നീഡ് സം പൊട്ടേറ്റോസ്. നീഡാണ് വെർബ്, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത്, സാറ ഡസ് നോട്ട് ടേക്ക് ദ പെൻസിൽ ദാറ്റ് അലി പുട്സ് ഓൺ ദ നോട്ട്ബുക്ക്. എവിടെ മൂലം തുടങ്ങുന്ന? ഡസ് നോട്ട്, ഇതാണ് വെർബ്. അപ്പൊ ഡസ് നോട്ട് ടേക്ക് ദ പെൻസിൽ ദാറ്റ് അലി പുട്സ് ഓൺ ദ നോട്ട്ബുക്ക്. റെഡി അല്ലേ? We managed to take a few shots that we need. ഏതാ വെർബ്? മാനേജഡ് ആണ്. അപ്പൊ എങ്ങനെ വരിക? മാനേജ് ടു ടേക്ക്
the few shots that we needed. Clear അല്ലേ? അപ്പൊ നിങ്ങൾ എഴുതിയിട്ട് ഒത്തു നോക്ക്, ശരിയല്ലേ? നോക്ക്, തെറ്റൂലായിരുന്നു, കാരണം നമുക്കറിയാം ഒരുപാട് നമ്മൾ ചെയ്തതാണ്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ അഡീഷണൽ ആയിട്ടുള്ളത് നോക്കട്ടോ. ശ്രദ്ധിക്കണേ. ഈ ഓപ്പൺ ദ ഡോർ ഓഫ് ദ കേജ്, ഹി ആണ് നോൺ ഫ്രേസ് നമുക്കറിയാം. ഓപ്പൺ ദ ഡോർ ഓഫ് ദ കേജ് ആണ് വെർബ് ഫ്രേസ് എന്നറിയാം. ഓപ്പൺ ആണ് വെർബ്, ദ ഡോർ ഓഫ് ദ കേജ് നോൺ ഫ്രേസ് ആണ് നമുക്കറിയാം. കുഴപ്പമില്ലല്ലോ? ഓക്കെ, നെക്സ്റ്റ് ഐ നീഡ് സം പൊട്ടേറ്റോസ്. ശ്രദ്ധിക്കണം കേട്ടോ. ഐ ആണ് നോൺ ഫ്രേസ് എന്നറിയാം. നീഡ് സം പൊട്ടേറ്റോസ് ആണ് വെർബ് ഫ്രേസ് എന്നറിയാം. നീഡ് ആണ് ഇവിടെ വെർബ്, പിന്നെ സം പൊട്ടേറ്റോസ് ആണ് അത് നോൺ ഫ്രേസ് ആണ് നമുക്കറിയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, നൗ Zahra does not take the pencil that Ali puts on the notebook. Zahra ആണ് നോൺ ഫ്രേസ്. does not take the pencil that Ali puts on notebook ആണ് വെർബ് ഫ്രേസ് നമുക്കറിയാം. does not take, does നമുക്കറിയാം ഓക്സിലറി വെർബ് ആണ്, take വെർബ് ആണ്. the pencil that Ali puts on the notebook എന്നുള്ള വെർബ് ഫ്രേസ് ആണ്. വേണമെങ്കിൽ ഇത് റിലേറ്റീവ് ക്ലോസ് ആണ് പറയേണ്ട ആവശ്യമില്ല. ഈ അനാലിസിസ് നമുക്ക് ആവശ്യമുള്ള നോൺ ഫ്രേസ് ആണ്. റെഡി അല്ലേ? ഇനി we managed to take the few shots that we needed. ശ്രദ്ധിക്കണേ, ഇവിടെ we നമുക്കറിയാം നോൺ ഫ്രേസ് ആണ്. managed to take a few shots that we needed ആണ് അതിലേത് വെർബ് ഫ്രേസ്. managed ആണ് വെർബ് നമുക്കറിയാം. to take a few shots that we needed ആണ് അത് ഇൻഫിനിറ്റീവ് ഫ്രേസ് ആണ്. to take എന്നുള്ളത് നമ്മൾ സാധാരണ അത് ശ്രദ്ധിക്കേണ്ടത് നൗൺ ആണെങ്കിൽ പ്രിപ്പോസിഷൻ ഫ്രേസും, ടൂന് അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ ശേഷം വരുന്നത്, അതായത് ടൂന് ശേഷം വരുന്നത് വെർബ് ആണെങ്കിൽ അത് ഇൻഫിനിറ്റീവ് ഫ്രേസും ആണ്, ഇൻഫിനിറ്റീവ് ഫ്രേസ് ആണ്. ശ്രദ്ധിക്കണം. റെഡി അല്ലേ? അപ്പോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പാറ്റേണുകളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം. പാറ്റേൺ ചർച്ച ചെയ്യുമ്പോൾ അതിൽ പറയുന്ന ചില ടേംസ് ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചർച്ച വരുന്നത്. നല്ലോണം ശ്രദ്ധിക്കാൻ അറിയുന്നതാണ്, ഉറപ്പുവരുത്താനാണ്. ഇംഗ്ലീഷിലെ അടിസ്ഥാനപരമായ പാറ്റേണുകളെ ചർച്ച ചെയ്യുന്ന 7 പാറ്റേൺ ആണുള്ളത്. ശ്രദ്ധിക്കണേ. He opened the door of the cage. He opened the door of the cage. എന്താ ഹി എന്ന് പറഞ്ഞാല് സബ്ജക്റ്റ് ആണ്, തുറന്ന ആളെ നമുക്കറിയാം. ഓപ്പൺഡ് വെർബ് എന്ന് അറിയാം. എന്ത് ദ ഡോർ ഓഫ് ദ കേജ് ആണ്, എന്താണ് അത്, എന്തിന്റെ ഉത്തരാണ്? വാട്ട് ഡിഡ് ഹി ഓപ്പൺ എന്നതിന്റെ ഉത്തരാണ്. അങ്ങനെ ഉത്തരം കിട്ടുന്നതിനെ നമ്മൾ ഒബ്ജക്റ്റ് എന്നാ പറയാം. ഇങ്ങനെയല്ലേ അവിടെ എഴുതി വെച്ചത്. ആൻ ഒബ്ജക്റ്റ് യൂഷ്വലി ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ വാട്ട് ഓർ ഹൂം. ഹൂം വരുന്നതിന് ഉത്തരം പറയും. സാധാരണ ട്രഡീഷണൽ ആയിട്ട് പറയുന്ന ഉദാഹരണമാണ് രാമ കിൽഡ് രാവണ. ഹൂം ഡിഡ് രാമ കിൽ? ആരെയാണ് കൊന്നത്? രാവണനെയാണ് കൊന്നത്. ക്ലിയർ ആണ്? രണ്ട് കാര്യം ഓക്കെ ആയല്ലോ. അപ്പൊ ആരെ അല്ലെങ്കിൽ എന്തിനാണ് ഉത്തരം കിട്ടുന്നതാണ് ഒബ്ജക്റ്റ്. ക്ലിയർ അല്ലേ? കർമ്മം. റെഡി അല്ലേ? ഞാൻ സഹറ പാസസ് ദ നോട്ട്ബുക്ക് ടു അലി. സഹറ പാസ് നോട്ട്ബുക്ക് ടു അലി. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, നോക്കണം കേട്ടോ. അതായത് സഹറ നോട്ട്ബുക്ക് കൊടുത്തു. ആർക്ക്? അലിക്ക കൊടുത്തത്. ശ്രദ്ധിക്കണേ. അപ്പോ ഇവിടെ ഈ നോട്ട്ബുക്കുള്ള നേരത്തെ നമ്മൾ പറഞ്ഞു അത് ഒബ്ജക്റ്റ് ആണ്. അലിക്ക് എന്ന് പറയുമ്പോൾ അതും ഒബ്ജക്റ്റ് ആണ്. വേറെ ഉദാഹരണം ശ്രദ്ധിച്ചു നോക്കി, ഒന്നും ഇല്ലാത്ത ശ്രദ്ധിക്കണേ. ഹി ഗേവ് ഹിസ് സൺ എ വാച്ച്. ഹി ഗേവ് ഹിസ് സൺ എ വാച്ച്. മിസ്റ്റർ രാഹുൽ ടീച്ചേഴ്സ് ഹിം ഇംഗ്ലീഷ്. ഇങ്ങനെയുള്ള കുറെ വെർബുകൾ ഇംഗ്ലീഷിൽ ബൈ ട്രാൻസിറ്റീവ് എന്ന് നമ്മൾ അതിന് പറയാം. അത് ഒന്നിലേറെ ഒബ്ജക്റ്റ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോ ആ എന്തിനെ നേരെ ഉത്തരം വരുന്ന ഒബ്ജക്റ്റ് നമ്മൾ നേരെ ചോദിക്കുമ്പോൾ വരുന്നതാണ് ഏത്? ഡയറക്റ്റ് ഒബ്ജക്റ്റ്. വാട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഇനി ചിലപ്പം ആരെ അതല്ലെങ്കിൽ ആർക്ക് എന്നതിന്റെ ഉത്തരം വരുമ്പോഴാണ് ആരെ എന്ത് എന്നൊക്കെ അർത്ഥം വരുമ്പോൾ ആരെ എന്നുള്ളത് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് എടുക്കട്ടോ. ഉദാഹരണം പറയാം, ശ്രദ്ധിക്കണേ. ആർക്ക് എന്നുള്ളതിന്റെ ഉത്തരം വരുന്നതാണ് ഏത്? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ശ്രദ്ധിക്കണം. ഞാൻ ഒരു ഉദാഹരണം ശ്രദ്ധിക്കണേ. ആർക്ക് എന്നുള്ളത് ഉത്തരം പെടുത്തുന്നുണ്ടല്ലോ, നേരത്തെ പറഞ്ഞതും പറ്റുമ്പോ ഹി ഗേവ് മീ എ ബാർ ഓഫ് ചോക്ലേറ്റ്. അവൻ എനിക്ക് ഒരു ചോക്ലേറ്റ് തന്നു. ശ്രദ്ധിക്കണേ. ഗേവ് മീ ആർക്ക് തന്നു. അപ്പൊ അവിടെ ആ മീ എന്നത് ഏതാണ്? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. എ ബാർ ഓഫ് ചോക്ലേറ്റ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഇവിടെ ഹൂം വരെ ശ്രദ്ധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണം ശ്രദ്ധിക്ക്. അതായത് പിന്നെ ഹി ടീച്ചേഴ്സ് മീ ഇംഗ്ലീഷ്. ഹി ടീച്ചേഴ്സ്, അദ്ദേഹം എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആരെയാ? മീ എന്നുള്ളത് അവിടെ യഥാർത്ഥത്തിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഇംഗ്ലീഷ് എന്നുള്ള ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും? സംശയം ഉണ്ടാവില്ലല്ലോ. ഇനി ഇപ്പൊ രണ്ടാശയങ്ങൾ വന്നു. എന്തൊക്കെയാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്, എന്തൊക്കെയാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്? അത് ക്ലിയർ ആയല്ലോ. നല്ലോണം ശ്രദ്ധിക്കണേ. ഇത് വായിച്ചു നോക്കൂ. ഇതിലെ ഏതൊക്കെയാണ്
ഡയറക്റ്റ് ഒബ്ജക്റ്റ് സിമ്പിൾ ആട്ടോ, അതുകൊണ്ട് അവിടെ തന്നെ ഉത്തരം പറയുന്നത് അറിയാം, ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രം അത് പറയുന്നത്, വളരെ സിമ്പിൾ ആണ്. ഇവിടെ നമുക്ക് ഹാഡ് ഫിക്സഡ് ആണ് വെർബ്, അതിനോട് നമ്മൾ ആരെ അല്ലെങ്കിൽ എന്തിനെ ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നത്, എന്തിനാണ് അതിന്റെ ഉത്തരമാണ് എ 5 ഫൂട്ട് അയൺ റോഡ് എന്നാണ്. അല്ലാതെ നമുക്ക് ആരെ എന്നോ അല്ലെങ്കിൽ ആർക്കും ചോദിക്കാൻ പറ്റൂല, അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉള്ളൂ, അത് എ 5 ഫൂട്ട് അയൺ റോഡ് ആണ്. റെഡി അല്ലേ? ഈ ഓപ്പൺ ദ ഡോർ ഓഫ് ദ കീ നേരത്തെ വന്നതാണ്. ഓപ്പണിനോട് എന്ത് ആരെയും ചോദിച്ചാൽ കിട്ടുന്നത് ഡോർ ഓഫ് ദ കേജ് ആണ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഹി ഷോഡ് us an old scar on his forearm which had been caused by a tiger. ഇവിടെ ശ്രദ്ധിക്കുക, അതായത് ഇവിടെ ഷോഡ് us ഞങ്ങളെ കാണിച്ചു, ആരെ കാണിച്ചു എന്നതിന്റെ ഉത്തരാണ് നമ്മൾ പറഞ്ഞു. അതേ സമയത്ത് തന്നെ ഏതുണ്ട്, എന്ത് എന്നുള്ളതുണ്ട്. അപ്പൊ ഈ us എന്നുള്ളത് ഏതാണ്? പിന്നെ ഇൻഡിറക്റ്റ് ആണ്. സോറി പച്ച മാറിപ്പോയതാണ്, ഇൻഡിറക്റ്റ് ആണ്. an old scar on his forearm എന്നുള്ളത് ഡിറക്റ്റും ആണ് കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പൊ ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചു നോക്ക്, ക്ലിയർ ചെയ്യാൻ നോക്ക്. ക്ലിയർ ആയല്ല, സംശയമില്ല. ആരെ എന്നതിന്റെ ഉത്തരം വരുന്ന ഇത് ഇൻഡിറക്റ്റ് ആണ്, എന്ത് എന്നുള്ള ഉത്തരം വരുന്ന ഏതാണ്? ഡിറക്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. നൗ ഹീസ് എ ടീച്ചർ, ഷീസ് ഫൈൻ. ഇനി അടുത്തൊരു പുതിയൊരു കോൺസെപ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, അതായത് ഷീസ് ഫൈൻ, അവർക്ക് സുഖമാണ്. ഹീസ് എ ടീച്ചർ, അയാളൊരു ടീച്ചറാണ്. ശ്രദ്ധിക്കണേ, ഇവിടെ ഈസ് കഴിഞ്ഞ് ഫൈൻ എന്നുള്ള വാക്ക് ഒഴിവാക്കി വെക്കാം, അല്ലെങ്കിൽ എ ടീച്ചർ എന്ന് ഒഴിവാക്കി വെക്കാം. ഷീ ഈസ്, അത് സെൻസ് ഇല്ല. ഹി ഈസ്, അതിനൊരു കംപ്ലീറ്റ് സെൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ആവാൻ ഈ വാക്കുകൾ ആവശ്യം. കംപ്ലീറ്റ് ആവാൻ ആവശ്യമുള്ളതിന് ഇംഗ്ലീഷ് പറയുന്നതാണ് കോംപ്ലിമെന്റ്. റെഡി അല്ലേ? അതായത് ഷീ എന്നതിന്റെ അർത്ഥം കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ ഫൈൻ വേണം, ഹീന്റെ അർത്ഥം കംപ്ലീറ്റ് ആവണമെങ്കിൽ ടീച്ചർ വേണം. അങ്ങനെ എന്താണ് കോംപ്ലിമെന്റ് എന്ന് ചോദിച്ചാൽ സംതിങ് ദാറ്റ് കംപ്ലീറ്റ്സ് ദ സെൻസ് ഓഫ് എ പ്രെഡിക്കേറ്റ് ഓർ എ സെന്റൻസ് ആണ് യഥാർത്ഥത്തിൽ ഏത് പിന്നെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആവാൻ ആവശ്യമില്ല. ക്ലിയർ ആയോ? അത് സബ്ജക്റ്റിന്റെതാണ് കംപ്ലീറ്റ് ആക്കുന്നത്, സബ്ജക്ട് കോംപ്ലിമെന്റ് ആണ്. സബ്ജക്ട് കോംപ്ലിമെന്റ് സേ സംതിങ് മോർ അബൌട്ട് സബ്ജക്ട്, യൂഷ്വലി സബ്ജക്ട് കോംപ്ലിമെന്റ് വിൽ ബി എ നൗൺ ഓർ അഡ്ജക്റ്റീവ്. അത് ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പറയും, പക്ഷെ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അഡ്ജന്റ് ഒഴിവാക്കാൻ പറ്റും, അത് തമ്മിലുള്ള വ്യത്യാസമാണ്. അഡ്ജന്റ് നമുക്ക് ഒഴിവാക്കാം, ഡിസ്പെൻസിബിൾ ആണ്, പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. മിക്കവാറും അറിയാതെ വരെ നൗണോ അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ അത്ര ക്ലോസുകളാണ് വരിക, അതറിയാലോ. ഇനി സബ്ജക്ട് ക്ലോസ് ഓഫ് ഫ്രേസോ വരാം. ഇനി സബ്ജക്ട് കോംപ്ലിമെന്റ്സ് ഫോളോ ദ വെർബ്സ് ഓഫ് ഇൻകംപ്ലീറ്റ് പ്രെഡിക്കേഷൻ, അതായത് സാധാരണഗതിയിൽ ബിക്ക് ശേഷം അതുപോലെ തന്നെ ഇത്തരം വെർബുകൾക്ക് ശേഷമാണ് അത് ഉണ്ടാവുക. ശ്രദ്ധിച്ചാൽ കൂടുതലായിട്ട് പഠിക്കാം. ഉദാഹരണം പറഞ്ഞാൽ നേരെ അർത്ഥത്തിലുള്ള ലുക്കൊന്നും യഥാർത്ഥത്തിൽ മറ്റേ അർത്ഥങ്ങൾ ഹി ഗ്രൂ പെയിൽ, അതല്ലെങ്കിൽ യു ലുക്ക് സാഡ്, ഇങ്ങനെയൊക്കെ വരുന്ന രീതിയിൽ പറയുമ്പോഴാണ് ടേൺഡ് പെയിൽ എന്നൊക്കെ പറയുമ്പോൾ ടേസ്റ്റ് സോ, seems good, appeared, it appears strange എന്നൊക്കെ നമ്മൾ പറയും. he became a teacher, he felt sad. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇത്തരം വാക്കുകൾ ഈ രൂപത്തിൽ പറയുമ്പോഴാണ് അത് ഉണ്ടാവുക. അത് ആ വാക്കില്ലെങ്കിൽ അതിന് സെൻസ് ഉണ്ടാവില്ല. ആ അവസ്ഥയിലാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയാം? കോംപ്ലിമെന്റ് പറയാം. അപ്പൊ കോംപ്ലിമെന്റ് സംശയമില്ലല്ലോ, ദാറ്റ് കംപ്ലീറ്റ് സംതിങ് ആണ് കോംപ്ലിമെന്റ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ ഈ ആണ്, വേറെ ഐ വരുന്ന കോംപ്ലിമെന്റ്. അത് ക്ലിയർ ആണല്ലോ, കുഴപ്പമില്ല. ഓക്കെ. ഇനി ഈ വാക്കുകളിൽ ഏതൊക്കെ കോംപ്ലിമെന്റ് എന്ന് പറയും? വേർ റോബസ്റ്റ്, സിമ്പിൾ ആണ്, അതുകൊണ്ട് വേറെ ഒന്നും പറയാത്ത അറിയുന്നതാണ്. വേറിന് ശേഷം ബീന്റെ രൂപമാണ് റോബസ്റ്റ്. വേർ പൂർ, അതുപോലെ ഈസ് എ പേഴ്സൺ ഫിസിക്കലി സിമിലർ ടു ആക്ടർ എന്ന് പറഞ്ഞാൽ ബീന്റെ രൂപത്തിന് ശേഷം വന്ന ഈ നൗണുകളോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവുകളോ ഫ്രേസോ ക്ലോസോ ആണ് ഏത് കോംപ്ലിമെന്റ്. റെഡി അല്ലേ? റോബസ്റ്റ്, പൂർ, എ പേഴ്സൺ ഫിസിക്കലി സിമിലർ ടു ആക്ടർ, ആ ഫ്രേസ് ആണ്. റെഡി അല്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഇത് നോക്ക്. ദ ഇലക്ടഡ് റഹീം ദ ലീഡർ, ദാറ്റ് മെയ്ഡ് റാണി ലാസി. ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ ഈ യഥാർത്ഥത്തില് ഇലക്ടർ റഹീം ഒബ്ജക്റ്റ് ആണ് നമുക്കറിയാം, റാണി ഒബ്ജക്റ്റ് ആണ് നമുക്കറിയാം. ദ ലീഡർ എന്താണ് അത് പറയാന്നാല് ഇത് എന്തായിട്ട് കറക്റ്റ് കിട്ടൂല, അർത്ഥം കിട്ടൂല. ഇതിപ്പോ അർജന്റ് അല്ല, ഒഴിവാക്കാൻ പറ്റൂല. ഇതെന്താ സാധനം? ഇത് ഈ റഹീം എന്നുള്ള ഈ ആശയം കിട്ടണമെങ്കിൽ, അതായത് റഹീമിന് എന്തായി തന്നിട്ടുള്ള ആശയം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് നിർബന്ധമാണ്? ഈ വാക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാം ഇത് കോംപ്ലിമെന്റ് ആണ്. എന്തിന്റെ സെൻസാ കംപ്ലീറ്റ് ചെയ്യുന്നത്? റഹീമിന്റെ സെൻസാണ്. അതുകൊണ്ട് ഇത് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്. ഇവിടെ നോക്കുന്നത് മെയ്ഡ് റാണി എന്ന് പറയുമ്പോൾ സെൻസ് ഇല്ല, ലാസിന്റെങ്കിലേ സെൻസ് ഉള്ളൂ. മടിയത്തിയാക്കി എന്ന് പറയണം. അങ്ങനെ ആവുമ്പോ പിന്നെ ഈ ലാസി എന്നുള്ള നിർബന്ധമാണ്, കോംപ്ലിമെന്റ് ആണ്. പക്ഷെ അത് എന്ത് കോംപ്ലിമെന്റ് ആണ്? ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്. റാണിനെയാണ് ഇതിന്റെ സെൻസാണ് പൂർത്തിയാക്കുന്നത്. റെഡി അല്ലേ? അപ്പൊ വ്യത്യാസം ആലോചിക്കുക.
സബ്ജക്ട് കോംപ്ലിമെന്റ് ഇസ് എ noun or adjective that defines the subject. അതെന്താണ് പറഞ്ഞു തരുന്നതാണ്. ആൻഡ് ഒബ്ജക്ട് കോംപ്ലിമെന്റ് gives additional information about the object. പക്ഷെ മാറ്റാൻ പറ്റൂല എന്നത് ഒഴിവാക്കാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലുണ്ടാവണം. The milk turned sour. ഒരു ഉദാഹരണം കൂടി, ഇവിടെ മിൽക്കാണ് സോറായിട്ട് മാറിയത്, അതുകൊണ്ടത് സബ്ജക്ട് പിന്നെ കോംപ്ലിമെന്റ് ആണ്. അതേസമയത്ത് ഇവിടെ നോക്കിയ ദ ജൂറി ഫൗണ്ട് ഹിം ഗിൽറ്റി, ഹിമ്മാണ് ഗിൽറ്റി ആയത്, അതുകൊണ്ടാണ് ഒബ്ജക്ട് കോംപ്ലിമെന്റ് ആയത്. കുഴപ്പമില്ലല്ലോ, റെഡി അല്ലേ? മനസ്സിലായിട്ടുണ്ടാവും. പോയിക്കൂടെ? റൈറ്റ്. അപ്പൊ നമ്മളിപ്പോ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞു? എന്താണ് ഒബ്ജക്ട്, രണ്ട് സൈസ് ഒബ്ജക്ട് പറഞ്ഞു. എന്താണ് കോംപ്ലിമെന്റ്, രണ്ട് സൈസ് കോംപ്ലിമെന്റ് പറഞ്ഞു. ഇതൊക്കെ നമുക്ക് പാറ്റേണിൽ ആവശ്യമുണ്ട്, അതിനാണ് പറയുന്നത് കേട്ടോ, വെറുതെ അല്ല, ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ പാറ്റേണിലേക്ക് പോവാണ്. ബേർഡ്സ് ഫ്ലൈ, നമുക്കറിയാം ബേർഡ് സബ്ജക്റ്റ് ആണ്, ഫ്ലൈ വെർബ് ആണ്, അത് എസ് വി പാറ്റേൺ ആണ്. ഹിച്ച്ഹോക്ക് നീഡഡ് വെറൈറ്റി ഓഫ് ബേർഡ്സ്, ഹിച്ച്ഹോക്ക് സബ്ജക്റ്റ് ആണ്, നീഡഡ് വെർബ് ആണ്, വെറൈറ്റി ഓഫ് ബേർഡ്സ് ഒബ്ജക്റ്റ് ആണ്, അപ്പൊ അതുകൊണ്ട് എസ് വി ഒ പാറ്റേൺ ആണ്. ഹി ഷോഡ് അസ് ആൻ ഓൾഡ് സ്കാർ, ഹി സബ്ജക്റ്റ് ആണ്, ഷോഡ് വെർബ് ആണ്, ഞങ്ങളെ, അത് ആരേതുള്ളതിന്റെ ഉത്തരാണ്, ഇവിടെ എന്തോന്നുണ്ട് കേട്ടോ, അപ്പൊ അതുകൊണ്ട് ഏതാണ്? ഇൻഡിറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. പിന്നെ ആൻ ഓൾഡ് സ്കാർ ഏതാണ്? എന്ത് ഒബ്ജക്റ്റ് ആണ്? പിന്നെ ഡിറക്റ്റ് ഒബ്ജക്റ്റ് ആണ്, അപ്പൊ എസ് വി ഒ പാറ്റേൺ ആണ്. എവറി ആനിമൽ ഇൻ ദ ഹോളിവുഡ് ഈസ് വെൽ ട്രെയിൻഡ്, നോക്കണേ, എവറി ആനിമൽ ഇൻ ദ ഹോളിവുഡ് സബ്ജക്റ്റ് ആണ്, ഈസ് വെർബ് ആണ്, വെൽ ട്രെയിൻഡ് എന്നുള്ളത് ഈസിന് ശേഷം വരുമ്പോ എന്താവുക? അതില്ലെങ്കിൽ അർത്ഥം ഉണ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് അത് കോംപ്ലിമെന്റ് ആണ്. റെഡി അല്ലേ? വി മെയ്ഡ് ബോറാൽ ദ നെക്സ്റ്റ് ലൊക്കേഷൻ, വി സബ്ജക്റ്റ് ആണ്, മെയ്ഡ് വെർബ് ആണ്, ബോറാൽ ഒബ്ജക്റ്റ് ആണ്, ദ നെക്സ്റ്റ് ലൊക്കേഷൻ അതുണ്ടെങ്കിലേ അവിടെ സെൻസ് പൂർത്തിയാവുള്ളൂ, അപ്പൊ അതുകൊണ്ട് അത് കോംപ്ലിമെന്റ് ആണ്. പക്ഷെ എന്ത് കോംപ്ലിമെന്റ് ആണ്? ഒബ്ജക്ട് കോംപ്ലിമെന്റ് ആണ്. ബോറാലിന്റെ സെൻസാ പൂർത്തിയാക്കുന്നത്. എഫ് യു ആക്ടേഴ്സ് വെർ മൂവിംഗ് അബൌട്ട് ഇൻ ദ നെസ്റ്റ്, എഫ് യു ആക്ടേഴ്സ് സബ്ജക്റ്റ് ആണ്, വേർ മൂവിംഗ് അബൌട്ട് ഏതാണ്? വെർബ് ആണ്. ഇൻ ദ സെറ്റ് എന്നുള്ള ഇവിടെ ഏതാണ്? അഡ്വർബിയൽ ആണ്. ഇവിടെ നമ്മൾ ടെക്സ്റ്റിലൊക്കെ പരിചയപ്പെടുത്തിയത് അഡ്വർബിയൽ എന്ന വാക്കാണ്, അഡ്ജന്റ് ആണ്. അഡ്വർബിയലിനെ നമുക്ക് അഡ്ജന്റ് എന്ന് വിളിക്കാം, അതറിയാലോ. എങ്ങനെ, എന്ത്, എങ്ങനെ, എപ്പോൾ, എവിടെയുള്ള ഉത്തരാണ് അഡ്വർബിയൽ. ടെക്സ്റ്റ് ഉപയോഗിച്ചപ്പോൾ അതാണ്, അത് തന്നെയാണ് അഡ്ജന്റ് കേട്ടോ, കുഴപ്പമില്ല. അഡ്ജന്റ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. ഇപ്പം എപ്പോൾ, വെൻ, വേർ, ഹൗ അല്ലെങ്കിൽ മാനർ, അതുപോലെ ടൈം, പ്ലേസ് കാണിക്കുന്ന വാക്കുകളോ അല്ലെങ്കിൽ ഫ്രേസുകളോ ക്ലോസുകളോ ആണ് അഡ്വർബിയൽ അല്ലെങ്കിൽ അഡ്ജന്റ്. ക്ലിയർ ആണല്ലോ, കുഴപ്പമില്ലല്ലോ, റെഡി അല്ലേ? ഓക്കെ, ഇനി ശ്രദ്ധിക്കണേ, നമുക്ക് ഈ സെന്റൻസ് ഒക്കെ അനലൈസ് ചെയ്ത് നോക്കിയാലോ. ഇറ്റ് വെന്റ് വെൽ ദിസ് ചൈൽഡ്, ദ ടൈഗർ ഇമാജിൻ വിത്ത് എ ലൗഡ് റോർ, ഇറ്റ് കാം ഡൗൺ വെരി ക്വയറ്റ്ലി, ദ സീൻസ് വേർ വെരി നൈസ്, ദ ഡയറക്ടർ ആൻഡ് ദ ക്രൂ വേർ സീൻ ഹാപ്പിലി. നിങ്ങൾ കണ്ടിട്ടുണ്ട്, അത് ചെയ്തത് കണ്ടിട്ടുണ്ട്, ക്ലാസ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് നോക്കണം, സംശയം ഉണ്ടെങ്കിൽ നിർത്തിയിട്ട് നോക്കണം. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. The doctor has forbidden work, ഏതാ അതില്? നോൺ ഫ്രേസ് ഏതാ? ഡോക്ടർ ആണ്. വർക്ക് ഫ്രേസ് ഏതാ? ഹാസ് ഫോർബിഡൻ വർക്ക് ആണ്. I will wear them when you are back from school, I ആണ് നോൺ ഫ്രേസ്, ഇതാണ് വർക്ക് ഫ്രേസ്. ഒക്കെ കറക്റ്റ് കിട്ടുമല്ലോ. He greeted us warmly, he ആണ് നോൺ ഫ്രേസ്, greeted us warmly ആണ് വർക്ക് ഫ്രേസ്, സിമ്പിൾ ആണ്. ഇനി മിസ്റ്റർ തോറാട്ട് വാസ് എ സൗത്ത് ഇന്ത്യൻ, മിസ്റ്റർ തോറാട്ട് ആണ് ഏത്? അതിലെ പിന്നെ നോൺ ഫ്രേസ്, വാസ് എ സൗത്ത് ഇന്ത്യൻ ആണ് വർക്ക് ഫ്രേസ്, വി നോൺ ഫ്രേസ്, ഇത് വർക്ക് ഫ്രേസ്. ക്ലിയർ ആണ്, ആർക്കും സംശയം ഉണ്ടാവില്ല. പാറ്റേൺ കാണാൻ നമുക്ക് നേരെ ഇതാവുന്ന എളുപ്പമാണ്. എങ്ങനെ? എന്താ? ഡോക്ടർ സബ്ജക്റ്റ് ആണ്, ഹാസ് ഫോർബിഡൻ എന്നുള്ളത് വെർബ് ആണ്, വർക്ക് ഒബ്ജക്റ്റ് ആണ്, അപ്പൊ എന്ത് പാറ്റേൺ ആണ്? എസ് വി ഒ പാറ്റേൺ ആണ്. ഐ സബ്ജക്റ്റ് ആണ്, വിൽ വെയർ എന്നുള്ളത് വെർബ് ആണ്, ദം എന്നുള്ള ഒബ്ജക്റ്റ് ആണ്. when you are back from ടൈം കാണിക്കുന്നതുകൊണ്ട് അത് അഡ്വർബിയൽ ആണ് അല്ലെങ്കിൽ അഡ്ജന്റ് ആണ്. അപ്പൊ ഏതാ വരിക? എസ് വി ഒ എ വരും. റെഡി അല്ലേ? ഹി ഗ്രീറ്റഡ് അസ് വാർംലി, ഹി എന്നുള്ളത് സബ്ജക്റ്റ് ആണ്, ഗ്രീറ്റഡ് പിന്നെ വെർബ് ആണ്, അസ് ഒബ്ജക്റ്റ് ആണ്, വാർംലിയും അഡ്വർബിയൽ ആണ്. റെഡി അല്ലേ? ഇപ്പൊ എങ്ങനെയാ വരിക? ഹി എസ് വി ഒ എ വരും. റെഡി അല്ലേ? ഇനി അഡ്ജന്റ് ഒന്നും പറയട്ടോ, പറഞ്ഞതാണ്, അങ്ങനെ ക്ലാസ് ഉപയോഗിച്ചതുകൊണ്ട്. മിസ്റ്റർ തോറാട്ട് വാസ് എ സൗത്ത് ഇന്ത്യൻ, മിസ്റ്റർ തോറാട്ട് സബ്ജക്റ്റ് ആണ്, വാസ് പിന്നെ വെർബ് ആണ്, എ സൗത്ത് ഇന്ത്യൻ എന്നുള്ളത് ഏതാണ്? അതിന്റെ കോംപ്ലിമെന്റ് ആണ്, വാസിന് ശേഷം വന്നുകൊണ്ട്. അപ്പൊ അത് ഏതാണ്? എസ് വി സി ആണ്. വി ഫൗണ്ട് അനദർ ബാംബു ഗ്രൗ ഇൻ ബോറാൽ, വി സബ്ജക്ട്, ഫൗണ്ട് വെർബ്, അനദർ ബാംബു ഗ്രൗ ഒബ്ജക്ട്, ഇൻ ബോറാൽ എന്നുള്ളത് അഡ്വർബിയൽ ഓർ അഡ്ജന്റ്. ക്ലിയർ ആണല്ലോ? നമുക്ക് അത് ഓരോന്നൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ, നല്ലൊന്ന് കാണാം നമുക്ക്. റെഡി അല്ലേ?
Doctor has forbidden work SVO pattern ആണ്. Doctor NP has forbidden has adverb forbidden verb work object. സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. I will wear them when you are back from school. നോക്കണേ, I ഫ്രേസ് ഇത് ഫ്രേസ് will wear them will ആണ് adverbial phrase, പിന്നെ adjective auxiliary phrase ആണ്, auxiliary verb ആണ്, auxiliary verb ആണ്. wear നമുക്കറിയാം verb ആണ്. them object ആണ്, noun phrase ആണ്, ഇവിടെ object ആണ്. when you are back ഇത് പിന്നെ adjective adverbial clause ആണ്. അപ്പൊ എങ്ങനെ വരിക? SVOA വരും. ഇനി he greeted us warmly, ശ്രദ്ധിക്കുക, he noun phrase ആണ്, greeted us warmly verb phrase ആണ്, greeted verb, as object ആണ്, noun phrase ആണ്, warmly adverbial ആണ് അല്ലെങ്കിൽ adjunct ആണ്. റെഡി അല്ലേ? Mr. Thorat was a South Indian. നോക്കണേ, Mr. Thorat noun phrase verb phrase, was verb ആണ്, a South Indian കോംപ്ലിമെന്റ് ആണ്. കിട്ടുമല്ലോ, noun phrase ആണ്, ഇവിടെ കോംപ്ലിമെന്റ് ആണ്. SVC ആണ് പാറ്റേൺ. We found another bamboo grove in Boral. We noun phrase ആണ്, found another bamboo grove in Boral verb phrase ആണ്. പിന്നെ found ആണ് ഇത് verb, another bamboo grove noun phrase ആണ്, ഇവിടെ object ആണ്, in Boral verb എന്നുള്ളതിന്റെ ഉത്തരമായതുകൊണ്ട് adverbial ആണ്, അതായത് adjunct ആണ്. ക്ലിയർ അല്ലേ? ഇപ്പൊ എന്താ പാറ്റേൺ? SVOA ആണ്. പിന്നെ അടുത്ത ക്ലിയർ ആയല്ലോ, കുഴപ്പമില്ലല്ലോ. ഇനി മക്കൾ കൺക്ലൂഡ് നിങ്ങൾ ഇതേ പഠിക്കേണ്ടതുള്ളൂ. സെന്റൻസ് പാറ്റേണുകൾ ആകെ 7 ഉള്ളത്. ബേസിക് കിട്ടും, വേറെ കുറെ ഉണ്ട്, 10-26 ഉണ്ട്. ഞാൻ പറയുന്നത് ബേസിക് ആയത് ആദ്യത്തത് SVA ആണ്, രണ്ടാമത്തെ SVO ആണ്, മൂന്നാമത്തെ SVC ആണ്, നാലാമത്തെ SVA ആണ്. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ലാംഗ്വേജ് ആക്ടിവിറ്റീസ് അതേപോലെ നമ്മൾ ലാംഗ്വേജ് ആക്ടിവിറ്റീസ് എന്നുള്ളതിൽ പിന്നെ യൂണിറ്റ് എന്നുള്ളതിൽ കറക്റ്റായി ചർച്ച ചെയ്തിട്ടുണ്ട്. റെഡി അല്ലേ? ഇതാണ് ആദ്യത്തെ ബേസിക് 4 ഉദാഹരണം ശ്രദ്ധിക്കുക. അരുൺ പ്ലേഡ് ക്രിക്കറ്റ്, അരുൺ ഈസ് എ ഗുഡ് ബോയ്, അരുൺ പ്ലേഡ് ഇൻ ദ ഗ്രൗണ്ട്. സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനി അടുത്ത നോക്കണേ. ഇനി ഒരു 3 വരുന്നുണ്ട് നോക്കണേ. അത് SVOO ആണ്, SVOC, SVOA. ശ്രദ്ധിക്കണം. അതായത് സബ്ജക്ട് വെർബ് ഒബ്ജക്ട് ഡയറക്റ്റ് ഒബ്ജക്ട് ഇൻഡയറക്റ്റ് ഒബ്ജക്ട് ഡയറക്റ്റ് ഒബ്ജക്ട്. റെഡി അല്ലേ? അതേപോലെ SVOC പെയിന്റർ KG യെല്ലോ. ശ്രദ്ധിക്കണം കേട്ടോ, യെല്ലോ അല്ലെങ്കിൽ സെൻസിബിൾ അല്ല, അതുകൊണ്ടാണ് 2 ഒബ്ജക്റ്റ് ആണ്. എന്ത് കോംപ്ലിമെന്റ് ആണ്? ഒബ്ജക്ട് കോംപ്ലിമെന്റ് ആണ്. പിന്നെ SVOA ശ്രദ്ധിക്കണേ. പ്ലേസ്ഡ് ദ ക്യാമറ ഓൺ ദ ട്രൈപ്പഡ് നമുക്കറിയാം, ഓൺ ദ ട്രൈപ്പഡ് നമുക്കറിയാം അഡ്വർബിയൽ ആണ് അല്ലെങ്കിൽ അഡ്ജന്റ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി അതേമാതിരി നമ്മൾ എഴുതി നോക്കിയതാണ്. അരുൺ ഗീവ്സ് അശ്വതി എ പെൻ. The news made him happy. He speaks English fluently. സംശയങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. വളരെ സിമ്പിൾ ആണ്, വളരെ പ്രധാനമായിട്ട് പരീക്ഷയ്ക്കുണ്ടാവും. നല്ലോണം ശ്രദ്ധിക്കണം. മാത്രമല്ല ഇംഗ്ലീഷിന്റെ അടിസ്ഥാനപരമായ പാറ്റേൺ ആണ്, നല്ലോണം ശ്രദ്ധിക്കുക. Hope you have learned what we have discussed. Thank you for watching. If you find useful, subscribe and share ചെയ്യുക. പിന്നെ നന്നായി പഠിക്കുക, ഉഷാറാക്കുക. All the best. Thank you again. Meet you again. Goodbye.